ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ 45-ാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം. ബെഡ് ഒന്നിനൊന്ന് ഫ്രീ. സ്റ്റീൽ അലമാര 5500 രൂപ മുതൽ. സെറ്റി സെറ്റ് 7500 രൂപയ്ക്ക്. സ്പ്രിംഗ് ബെഡ് 6750 രൂപ. വുഡൻ അലമാര 23000 രൂപയ്ക്ക്. കോർണർ സെറ്റി 13990 രൂപ. വുഡൻ സെറ്റിയോടൊപ്പം ദിവാൻ കോട്ട് 18990 രൂപയ്ക്ക്. കട്ടിലുകളുടെ മനോഹരങ്ങളായ 108 മോഡലുകൾ. കട്ടിലും ബെഡും ചേർന്ന് 4900 രൂപയ്ക്ക്. എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. ആർദ്ര ചികിത്സാ സഹായ നിധിയിലേക്ക് വേണ്ടി മരുന്ന് കട ഓട്ടോ തൊഴിലാളികൾ സമാഹരിച്ച ചികിത്സാ സഹായ നിധി ആർദ്രയുടെ മാതാവിന് കൈമാറി. ആർദ്ര ചികിത്സാ സഹായ നിധിയിലേക്ക് മരുന്ന് കട ഓട്ടോ തൊഴിലാളികൾ സമാഹരിച്ച ചികിത്സാ സഹായ നിധി ആർദ്രയുടെ മാതാവിന് കൈമാറി. മരുന്ന് കട ഓട്ടോ സ്റ്റാൻഡിന് സമീപം കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്തും KPCC ജനറൽ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ചേർന്ന് ചികിത്സാ സഹായ നിധി ആർദ്രയുടെ മാതാവിന് കൈമാറി. സുമേഷ് ആന്റണി സ്വാഗതം പറഞ്ഞു. 55-ാം ഡിവിഷൻ കൗൺസിലർ അശ്വതി ജ്യോതി ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആർദ്രയുടെ ചികിത്സാ സഹായത്തിന് ഒരു ദിവസത്തെ വേതനം നൽകി സഹായിച്ച DMP, ദേവകൃഷ്ണ, ജിപ്സി, മിഖായിൽ, സജിമോൻ, അലീന, വചനം എന്നീ ബസ്സിലെ ഉടമകളെയും തൊഴിലാളികളെയും കൂടാതെ മരുന്നുകട ഓട്ടോ തൊഴിലാളികളെയും ചടങ്ങിൽ പൊന്നാട അണിയിച്ച് അശ്വതി ജ്യോതി ആദരിച്ചു. കൂടാതെ പഷ്ണിത്തോട് ശാസ്ത്രകൂട്ടം പ്രവർത്തകരെയും ആദരിച്ചു. ഓട്ടോ തൊഴിലാളികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിധരായിരുന്നു. 1,15,555 രൂപയാണ് സമാഹരിച്ച് നൽകിയത്. നെൽസൺ നന്ദി പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് ചാരിറ്റി പ്രവർത്തനത്തിനൊപ്പം തന്നെ മരുന്നുകട ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളുടെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അത് ഒറ്റക്കെട്ടായി നേരിട്ട് വിജയം വരിക്കുന്നതിനും അവർ ക്ഷേമത്തിനും വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണ് നമ്മളുടേത്. 2004 ആരംഭിച്ച ആ സംഘടന ആ വർഷം തന്നെ നമുക്ക് ഭക്തരുടെയും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. 2004 സുനാമി സർക്കാരിൻ്റെ ഭക്ഷ്യധാന്യ സംഭരണശാലയിലേക്ക് അരിയും ധാന്യങ്ങളും ആ കാലഘട്ടത്തിൽ നമുക്ക് നൽകുവാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ സംഘടനാ പ്രവർത്തനം ചാരിറ്റിയോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായം മരുന്നുകട ഓട്ടോ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ സമാഹരിക്കുകയും ആ സമാഹരിച്ച തുക അവരുടെ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം. ഒപ്പം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തൊഴിലാളികളെ ആദരിക്കുകയും ചെയ്യുകയാണ്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേ സ്റ്റാൻഡിൽ വെച്ച് ഞാനും തമ്പി സുബ്രഹ്മണ്യവും ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിനിടയിൽ ഓട്ടോറിക്ഷ പലതും ഓടി, ചില ബസ്സുകൾ ഓടുവാൻ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ പല വ്യക്തികളും പലതരത്തിലുള്ള സഹായങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 555 രൂപ ആർദ്രമോളുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മനുഷ്യത്വം പറ്റിയിട്ടില്ല, മനുഷ്യത്വം ഇന്നും അവശേഷിക്കുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം മാനുഷികതയോട് കൂടി നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളത് എന്ന ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ പള്ളുരുത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പൊതുവായ വിഷയം ഒരു മനുഷ്യൻ നേരിടുമ്പോൾ അതിനകത്തെ കക്ഷി, രാഷ്ട്രീയ, വർഗ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള കൂട്ടായ്മ, രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് മതമൊക്കെ മാറ്റിവെച്ച് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള ഒരു മനസ്സ് പള്ളുരുത്തിയിലെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾക്കുണ്ട്. അതുതന്നെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡിലെ ബ്രദേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് മരുന്നുകട ബസ് സ്റ്റോപ്പിൽ ഉള്ളത്. ഇതിനു മുൻപും പല സഹായങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ പല കുടുംബങ്ങൾക്കും
അതൊരാശ്വാസമായി മാറിയിട്ടുണ്ട്. സഹായധന ഫണ്ട് കൊടുക്കുന്ന ചടങ്ങാണ്. അതിലേക്ക് ഉദ്ഘാടകരായ കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VS ശ്രീജിത്തിന് സ്വാഗതം പറഞ്ഞുള്ളത്. ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി.